റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ തീരുമാനമായില്ല. അന്തിമവാദം പൂർത്തിയായി മാസങ്ങളായിട്ടും വിവരാവകാശ കമ്മീഷൻ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഡിസംബർ 7-ന് തീർപ്പ് കൽപ്പിക്കാനുള്ള തീരുമാനം മാറ്റിയത് അവസാന നിമിഷമാണ്. അവസാന നിമിഷം ഹർജിയിൽ തടസ്സവാദമുയർത്തിയതും ഹർജി പരിഗണിച്ച കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ മാറ്റിയതും ദുരൂഹത കൂട്ടുകയാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, 5 പേജാണ് കാണാതായത്. കാണാതായ പേജുകളിലെ ഖണ്ഡികയിൽ പലരിലേക്കും നീളുന്ന സൂചനകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന 96-ാമത്തെ പാരഗ്രാഫ് നമുക്ക് കിട്ടിയ പകർപ്പിൽ ഉണ്ട് താനും. ഇപ്പോൾ ഈ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നു. ഈ റിപ്പോർട്ടാകെ തിരിച്ചു വാങ്ങി സാംസ്കാരിക വകുപ്പ് ഇനി കയ്യിൽ വെക്കാനാണോ പോകുന്നത്? ആ 5 പേജുകൾ പണമടച്ച റോഷിപാലിന് കിട്ടില്ലേ അപ്പോൾ? സുജയ പാർവതി, നമുക്കറിയാം മലയാള സിനിമയിൽ സ്ത്രീകളായ സിനിമാ പ്രവർത്തകർ നേരിട്ട ക്രൂരമായ പീഡനങ്ങളും അതിക്രമങ്ങളും സംബന്ധിച്ച് ഹേമ കമ്മിറ്റി നടത്തിയ പരിശോധന, ആ പരിശോധന റിപ്പോർട്ട് ഏതാണ്ട് 4 വർഷത്തിന് ശേഷമാണ് ഭാഗികമായെങ്കിലും പുറത്തുവന്നത്. ആ പുറത്തുവന്ന പേജുകളിൽ ഈ ഏറ്റവും പ്രധാനമായും ആക്രമിക്കപ്പെട്ടതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുന്ന 5 പേജുകൾ, 11 ഖണ്ഡികകൾ അത് ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഞാൻ ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ ഡിസംബർ 7-ന് അന്തിമ വിധി കൽപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ വിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദുരൂഹ ഇടപെടൽ വരുന്നു. മറ്റൊരു ഹർജി കൂടെ പരിഗണിക്കണമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി വി നായർ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിധി മാറ്റിവെക്കുന്നു. ഞാൻ ഉൾപ്പെടെ ഹർജി നൽകിയ എല്ലാവരെയും ഇന്ന് വിധി ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ഈ വിവരാവകാശ കമ്മീഷണറേറ്റിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാന മിനിറ്റുകളിലാണ് ഈ തീരുമാനം മാറ്റുന്നത്. അതുതന്നെ ദുരൂഹമാണ്. പിന്നീട് ഈ അതുവരെ ഹർജി പരിഗണിച്ചിരുന്ന ഡോക്ടർ അബ്ദുൽ ഹക്കീം വിവരാവകാശ കമ്മീഷണറെ ഈ പദവിയിൽ നിന്നും മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ നിന്നും ഈ ഹർജി മാറ്റുന്നു. പിന്നീട് ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കുന്നു. ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി വി നായരുടെ അധ്യക്ഷതയിലാണ് ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ഈ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുക എന്ന അറിയിപ്പ് കൂടി വിവരാവകാശ കമ്മീഷണറേറ്റിൽ വരുന്നു. ഒരുപക്ഷെ വിവരാവകാശ കമ്മീഷണറേറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹർജി പരിഗണിക്കാൻ ഒരു 3 അംഗ ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കുന്നത് തന്നെ. ഏതായാലും ആ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നുവെന്ന് പറഞ്ഞ് ഏതാണ്ട് 2-3 മാസമായി ഇതുവരെ ഹർജി പരിഗണിച്ചുമില്ല. ഹർജി നൽകിയ ഞങ്ങൾക്കാർക്കും ഒരു അറിയിപ്പ് പോലും നൽകിയില്ല. ഏതാണ്ട് 6 മാസം പിന്നിടുകയാണ് ഹർജി വിവരാവകാശ കമ്മീഷണറേറ്റിൽ നൽകിയിട്ട്. ഏതാണ്ട് 21 പേജെങ്കിലും പുറത്തു വരുമെന്ന വിവരം അത് പുറത്തായതിനു തൊട്ടു പിന്നാലെയാണ് ഒരാൾ, തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ, ഒരു ഹർജിയുമായി വരുന്നത്. ഇത് തന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ അന്തിമ വിധി പുറപ്പെടുവിക്കാവൂ എന്ന ഒരു വാദമാണ് ഒരു ഹർജിയിൽ ഉയർത്തിയത്. അതോടെയാണ് ഈ പേജുകൾ പുറത്തുവിടുന്നത്. അതോടെ നിശ്ചലമാകുന്ന ആ ഒരു തീരുമാനം, ഹർജിയിലെ തീരുമാനം അവിടെ നിശ്ചലമാകുന്നത്. എന്തോ ഒരു ഇടപെടലുണ്ടെന്ന ആക്ഷേപവും അതിനിടയിൽ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും 21 പേജെങ്കിലും പുറത്തുവിടാൻ സാംസ്കാരിക വകുപ്പ് തന്നെ സന്നദ്ധമായ സാഹചര്യമുണ്ടായിരുന്നു. സിറ്റിംഗിലാണ് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷ് ജി തങ്കച്ചി വാദപ്രതിവാദത്തിനിടയിൽ തങ്ങൾ മുഴുവൻ പേജും പുറത്തുവിടാൻ തയ്യാറാണെന്ന് സമ്മതിച്ചത്. അങ്ങനെ സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് വിശദമായി പരിശോധിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും വിളിച്ചു വരുത്തിയത്. അങ്ങനെ വിളിച്ചു വരുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗം ഉൾപ്പെടെ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് തിരികെ വാങ്ങിച്ചിരിക്കുകയാണ്. കാരണം നൽകിയ കാലാവധി, അത് കൈവശം വെക്കേണ്ട കാലാവധി വിവരാവകാശ കമ്മീഷൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ കസ്റ്റോഡിയനായ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി തന്നെ ഇത് തിരിച്ചു വാങ്ങിയത്. സാംസ്കാരിക വകുപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സന്നദ്ധമായിട്ടും അതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന ഇപ്പോൾ മുഖ്യ കമ്മീഷണർ ഹരി വി നായരുടെ ഇടപെടൽ അങ്ങനെയാണെങ്കിൽ സംശയാസ്പദമല്ലേ റോഷിപാൽ? ഹരി വി നായരുടെ അധ്യക്ഷതയിലാണ് 3 അംഗ ഡിവിഷൻ ബെഞ്ച്. അത് കമ്മീഷന്റെ ചരിത്രത്തിൽ അങ്ങനെ അധികം കേട്ടിട്ടുമില്ലല്ലോ. സുജയ, അതാണ് ഏറ്റവും ദുരൂഹമായത്. കാരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറേറ്റുള്ള 6 കമ്മീഷണർമാർ, അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇതുവരെ പരിഗണിച്ചിരുന്ന ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിനെ പൊടുന്നനെ ആ ബെഞ്ചിൽ നിന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും മാറ്റുന്നു. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുന്നത് ഇനി മുതൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ ഹരി വി നായരുടെ നേതൃത്വത്തിലുള്ള 3 അംഗ ബെഞ്ചാണെന്ന ഒരു പത്രക്കുറിപ്പ് പുറത്തേക്ക് വരുന്നു. പക്ഷേ അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പോലും ഈ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി 3 അംഗ ഈ ബെഞ്ച് തന്നെ രൂപീകരിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത. മാത്രവുമല്ല,
ഈ വിവരാവകാശ കമ്മീഷണറേറ്റിൽ സിറ്റിംഗിൽ ഞാനുൾപ്പെടെയുള്ള ഈ ഹർജി നൽകിയവർ അവിടെ വാദപ്രതിവാദം നടക്കുമ്പോൾ അവിടെ ഹാജരായ സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു തങ്ങൾക്ക് പിഴവ് സംഭവിച്ചു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൂടുതൽ പേജുകൾ പുറത്തുവിടാൻ സന്നദ്ധത അറിയിച്ചത്. നിയമപ്രകാരം ഇനിയും കൂടുതൽ പേജുകൾ ആവശ്യമെങ്കിൽ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന് മുന്നിൽ പറഞ്ഞു. അതിന് ഞാൻ ഉൾപ്പെടെ സാക്ഷിയാണ്. അങ്ങനെ പറഞ്ഞിട്ടും അത് വിശദമായി നിയമപ്രകാരം പരിശോധിച്ചപ്പോൾ ഇനിയും 21 പേജ്, ഈ പൂർത്തിയ 5 പേജുകൾക്ക് പുറമെ 21 പേജുകൾ പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷണർ കണ്ടെത്തി. അതിൽ ഒരു അന്തിമ വിധി പുറപ്പെടുവിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി വി നായരുടെ നിർണായകമായി ഇടപെടൽ വരുന്നതും അവിടെ ഈ വിധി തടസ്സപ്പെടുന്നതും. ഏതായാലും ഇത് ദുരൂഹമാണെന്ന് പറയാതെ വയ്യ. കാരണം ഏതാണ്ട് 6 മാസം മുമ്പ് സമർപ്പിച്ച ഹർജിയാണ്, ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ആർക്കു വേണ്ടിയാണ് ഈ പേജുകൾ പൂഴ്ത്തിവെക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത്. നേരത്തെ സാംസ്കാരിക വകുപ്പിനെ സംശയമുനയിലാക്കിയ ആ ചോദ്യം ഇപ്പോൾ വിവരാവകാശ കമ്മീഷനെ കൂടെ സംശയമുനയിലാക്കുന്നു എന്നതാണ് സുജയ. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ആ പേജുകൾ മറച്ചുവെക്കുന്നത്? 96ാമത്തെ പാരഗ്രാഫ് വരെ വായിച്ചവർ ഇവിടെയുണ്ട്. അതിനുശേഷമുള്ള പാരഗ്രാഫുകളിൽ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകൾ ആ 96ാം പാരഗ്രാഫിൽ ഉണ്ട് താനും. ആർക്കു വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആ പേജുകൾ, 11 ഖണികൾ ഇനിയും മാറ്റി നിർത്തിയിരിക്കുന്നത്? സത്യം പുറത്തുവരുത് എന്ന താല്പര്യത്തോടു കൂടിയാണോ ആ തീരുമാനം എന്നതും പൊതുസമൂഹം ചോദിക്കും.